കൊൽക്കത്ത എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാനാകില്ല. ഏത് വലിയ സ്കോറും അടിച്ചെടുക്കും, എത്ര ചെറിയ സ്കോറിനും തകരും. ഓപ്പണിംഗിലാകട്ടെ വാലറ്റത്താകട്ടെ ആരെ ഇറക്കുമെന്ന് പോലും മുൻവിധി വേണ്ട. ആഘോഷമാണ് കൊൽക്കത്തയിൽ ക്രിക്കറ്റ്. ഈ സ്ഥിരതയില്ലായ്മയാണ് എന്നും കൊൽക്കത്തയുടെ ആവേശവും ആശങ്കയും. കളത്തിൽ സ്ഥിരത കാണില്ലെങ്കിലും ടീമിലെ താരങ്ങളിൽ എന്നും സ്ഥിരത പുലർത്തുന്നതാണ് ശീലം. കാരണം ഒന്നിച്ചുള്ളവരെ കൈവിടാൻ കൊൽക്കത്തയ്ക്ക് മടിയാണ്. കൈവിട്ട താരങ്ങളെ പോലും പൊന്നും വില കൊടുത്ത് വാങ്ങുന്നതും കാണാം. ഇത്തവണ പക്ഷേ മിനി താരലേലം കഴിയുമ്പോൾ വലിയ മാറ്റം കാണാം കൊൽക്കത്തയിൽ. ശ്രേയസ് അയ്യർ കളം വിട്ട കഴിഞ്ഞ സീസണിൽ അജിൻക്യ രഹാനെയ്ക്ക് കീഴിലാണ് ടീം ഇറങ്ങിയത്. 14 മത്സരത്തിൽ 5 ജയം മാത്രം. രഹാനെയെ നിലനിർത്തിയെങ്കിലും ക്യാപ്റ്റൻ സ്ഥാനം മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. ബാറ്റിംഗിലും ബൗളിംഗിലും വൻ പേരുകാരായ ഒരുപിടി താരങ്ങളെ കൈവിട്ട് പേഴ്സിൽ പണം നിറച്ച് മിനി താരലേലത്തിൽ മുഖം മിനുക്കാനാണ് കൊൽക്കത്തയുടെ തീരുമാനം. 23.75 കോടിക്ക് ടീമിലെടുത്ത ഓൾറൗണ്ടർ വെങ്കടേഷ് അയ്യർ, 10 വർഷം ടീമിന്റെ നെടുന്തൂണായിരുന്ന ഓൾറൗണ്ടർ ആന്ദ്രെ റസൽ, ഏത് ടീമും കൊതിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ ക്വിന്റൻ ഡീകോക്ക്, അഫ്ഗാൻ വിക്കറ്റ് കീപ്പർ റഹ്മത്തുള്ള ഗുർബാസ്, ഓസ്ട്രേലിയൻ പേസർ സ്പെൻസർ ജോൺസൺ, ദക്ഷിണാഫ്രിക്കയുടെ ആൻഡ്രിസ് നോർക്കിയ, ഇംഗ്ലണ്ട് താരം മൊയിൻ അലി എല്ലാവരെയും ഒഴിവാക്കിയപ്പോൾ കൊൽക്കത്തയുടെ പേഴ്സിലെത്തിയത് 64 കോടി 30 ലക്ഷം രൂപ. 13 താരങ്ങളുടെ ഒഴിവ് ബാക്കിയുള്ളതിനാൽ മികച്ചവരെ എത്തിക്കാനുള്ള പോരാട്ടത്തിൽ മുന്നിലുണ്ടാകും കൊൽക്കത്ത. ഒരു വിക്കറ്റ് കീപ്പർ വേണം കൊൽക്കത്തയ്ക്ക്. മുംബൈക്കായി വെടിക്കെട്ട് പ്രകടനം നടത്തിയ ജോണി ബേസ്റ്റോ, പഞ്ചാബ് കൈവിട്ട ജോഷ് ഇംഗ്ലീസ്, ഇംഗ്ലണ്ട് താരം ജാമി സ്മിത്ത്, ന്യൂസിലൻഡ് താരം ടിം സീഫേർട്ട്, ഇന്ത്യൻ താരം പൃഥ്വി ഷോ തുടങ്ങിയ താരങ്ങൾക്കായി കൊൽക്കത്ത ഇത്തവണ ശ്രമിച്ചേക്കും. ടീമിലെ പ്രധാന ഓൾറൗണ്ടർമാരെയും പേസർമാരെയും ഒഴിവാക്കിയതിനാൽ ഈ വിഭാഗത്തിലും ടീമിലേക്ക് കരുത്തരായ താരങ്ങൾ വേണം. ഗ്ലെൻ മാക്സ്വെൽ, മദീഷ പതിരാന, ലിയാം ലിംഗ്സ്റ്റൺ, രവി ബിഷ്ണോയ്, രച്ചിൻ രവീന്ദ്ര, ഡെവോൺ കോൺവേ, ജെയ്ക് ഫ്രേസർ, ലുങ്കി എങ്കിഡി, വാനന്ദു ഹസരംഗ തുടങ്ങിയ വലിയ പേരുകാർ ഒരുപാടുണ്ട് ലേലക്കളത്തിൽ. ഏറ്റവും അധികം പണം ചെലവഴിക്കാവുന്ന ടീമെന്നതിൽ ലേലത്തിൽ കൂടുതൽ കരുത്തർ കൊൽക്കത്ത തന്നെ. 16-ന് മിനി താരലേലത്തിൽ താരമാകുമോ കൊൽക്കത്തയെന്ന് കാത്തിരിക്കാം.